അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്തയിടത്ത് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോട് സിനിമാ ലോകത്ത് നിന്നുണ്ടായ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ മാധ്യമങ്ങളിലൊന്ന് എന്ന നിലയിലും സംഘപരിവാർ ആക്രമിച്ചും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന മേഖല എന്ന നിലയിലും മുഖ്യധാരാ സിനിമയിലുള്ളവർ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന RSS പ്രൊജക്ടിനോട് സ്വീകരിക്കുന്ന നിലപാട് തീർച്ചയായും ചർച്ചയിലുണ്ടാകും. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേരിട്ടെത്തിയാണ് പലരും തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിച്ചത്. ബോളിവുഡിലെയും സൗത്ത് ഇന്ത്യയിലെയും പ്രമുഖർ ഇക്കൂട്ടത്തിലുണ്ട്. ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, ആലിയ ഭട്ട്, രൺബീർ കപൂർ, വിക്കി കൗശൽ, കത്രീന കൈഫ്, ആയുഷ്മാൻ ഖുറാന, മാധുരി ദീക്ഷിത്, ജാക്കി ഷർഫ് തുടങ്ങിയ അഭിനേതാക്കളും രോഹിത് ഷെട്ടി, രാജ്കുമാർ ഹിരാനി തുടങ്ങിയ സംവിധായകരും ഉണ്ടായിരുന്നു. രോഹിത് ഷെട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇവരെല്ലാം സ്റ്റോറികളായി ഷെയർ ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും രാമക്ഷേത്രത്തിന് ജയ് വിളിച്ചത്. രാജ്കുമാർ ഹിരാനിയുടെ PK എന്ന ചിത്രത്തിലെ രംഗങ്ങളായിരുന്നു മതഭ്രാന്തിലേക്ക് രാജ്യം നീങ്ങുന്നത് ചൂണ്ടിക്കാണിക്കാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ഷെയർ ചെയ്തത് എന്നതാണ് മറ്റൊരു ഐറണി. സംഘപരിവാറിനൊപ്പമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അനുപം ഖേർ, കങ്കണ റണൌട്ട് തുടങ്ങിയവർ ഉച്ചത്തിൽ ജയശ്രീറാം വിളികളുമായി ചടങ്ങിൽ നിറഞ്ഞു നിന്നിരുന്നു. ദക്ഷിണേന്ത്യയിൽ നിന്നും പ്രമുഖരുടെ നിര ചടങ്ങിനെത്തിയിരുന്നു. തമിഴിൽ നിന്ന് രജനീകാന്ത്, തെലുങ്കിൽ നിന്ന് ചിരഞ്ജീവിയും രാംചരണും, കന്നഡയിൽ നിന്ന് ഋഷഭ് ഷെട്ടി എന്നിവരാണ് ഇതിൽ പ്രധാനികൾ. രജനീകാന്ത് നേരത്തെ തന്നെ സംഘപരിവാറിനോടുള്ള ആഭിമുഖ്യം പരസ്യമാക്കിയ വ്യക്തിയാണ്. രാജമൗലിയുടെ RRR എന്ന ചിത്രത്തിൽ ശ്രീരാമന്റെ പ്രതിരൂപം എന്ന നിലയിൽ അല്ലൂർ സീതാരാമരാജുവിനെ അവതരിപ്പിച്ച രാംചരണിനെ സംഘപരിവാർ പ്രകീർത്തനങ്ങളിൽ മൂടിയിരുന്നു. ഋഷഭ് ഷെട്ടിയുടെ കാന്താരയ്ക്കും ചെറുതല്ലാത്ത പിന്തുണയാണ് സംഘപരിവാർ വൃത്തങ്ങളിൽ നിന്ന് നേരത്തെ ലഭിച്ചിരുന്നത്. നേരത്തെ കർണാടക സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരിപാടിയിലേക്കും ഋഷഭ് ഷെട്ടിക്ക് ക്ഷണം ലഭിച്ചിരുന്നു. അതേസമയം നടി സുസ്മിത സെൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഭരണഘടനയുടെ ആമുഖം മദർലാൻഡ് എന്ന ഹാഷ്ടാഗോടെ പങ്കുവച്ചിരുന്നു. എഴുത്തുകാരനും സംവിധായകനും നിർമ്മാതാവുമായ അതുൽ മോങ്കിയ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് സുസ്മിത പങ്കുവച്ചത്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, വിദ്വേഷത്തിന്റെ ഒരു രാഷ്ട്രീയവും അതിൽ മാറ്റം കൊണ്ടുവരില്ല എന്നാണ് അതുൽ മോങ്കിയ പോസ്റ്റിനൊപ്പം കുറിച്ച വാക്കുകൾ. കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് നേരിട്ടെത്തിയ താരങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. അക്ഷതം സ്വീകരിച്ചിരുന്നെങ്കിലും മോഹൻലാൽ ചടങ്ങിന് പോയിരുന്നില്ല. മലൈക്കോട്ടെ വാലിബന്റെ പ്രൊമോഷൻ തിരക്കുകളാണ് കാരണമെന്നും അതല്ല മലയാളികൾ ബാബരി മസ്ജിദ് ധ്വംസനത്തെയും സംഘപരിവാർ അജണ്ടകളെയും എങ്ങനെയാണ് കാണുന്നതെന്ന് മനസ്സിലാക്കിയുള്ള തീരുമാനമാണെന്നും തുടങ്ങി പല കാരണങ്ങളും പറയപ്പെടുന്നുണ്ട്. അക്ഷതം സ്വീകരിച്ചപ്പോൾ മോഹൻലാലിനെ ആഘോഷിച്ച സംഘപരിവാർ സൈബർ സംഘം ചടങ്ങിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരെ അധിക്ഷേപ പരാമർശവുമായി രംഗത്തുണ്ട്. എന്നാൽ ഇന്നത്തെ മാതൃഭൂമിയുടെ 1-ാം പേജിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെക്കുറിച്ചുള്ള പ്രധാന വാർത്തയുടെ തലക്കെട്ട് മോഹൻലാലിന്റെ കൈയെഴുത്തിലാണ് വന്നിരിക്കുന്നത്. സമർപ്പണം എന്നാണ് തലക്കെട്ട്. കൈയെഴുത്ത് ദിനം ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാത്രം പരാമർശിക്കുന്ന മോഹൻലാലിന്റെ കുറിപ്പും ഇതിനോടൊപ്പമുണ്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെ ആഘോഷപൂർവ്വം കേരളത്തിൽ കൊണ്ടാടിയത് നടൻ ഉണ്ണി മുകുന്ദനാണ്. സിനിമകളിലൂടെയും പൊതുവേദികളിലും സംഘപരിവാറിനൊപ്പമാണ് താനെന്ന് നേരത്തെ പ്രഖ്യാപിച്ച നടൻ ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിലാണ് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചത്. ജയശ്രീറാം വിളികളോടെയാണ് ഉണ്ണി മുകുന്ദനും മറ്റു ചില അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും പ്രാണപ്രതിഷ്ഠ ആഘോഷിച്ചത്. സുരേഷ് ഗോപി സോഷ്യൽ മീഡിയയിൽ രാംലല്ല വിഗ്രഹത്തിന്റെ ചിത്രവും ജയശ്രീറാമും പോസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം യുവനിരയിലെ നിരവധി മലയാളി താരങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ സംഘപരിവാർ പ്രോജക്ട് മതേതര ഇന്ത്യയിൽ തീർക്കുന്ന വിള്ളലുകൾ തുറന്നു കാണിച്ചിരുന്നു. ഭരണഘടനയുടെ ആമുഖം പങ്കുവെച്ചുകൊണ്ടാണ് ഇവരുടെ ക്യാമ്പയിൻ. ഗായകരും സംവിധായകരും അഭിനേതാക്കളുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, ദിവ്യപ്രഭ, കനി കുസൃതി, ആഷിഖ് അബു, കമാൽ KM, സൂരജ് സന്തോഷ്, മിനൻ, രശ്മി സതീഷ് തുടങ്ങിയവരാണ് ഭരണഘടനയുടെ ആമുഖം പങ്കുവച്ചത്. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നാണ് റിമ ഭരണഘടന ആമുഖം പങ്കുവച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത്. നമ്മുടെ ഇന്ത്യ എന്നായിരുന്നു പാർവതിയുടെ വാക്കുകൾ. ഈ ക്യാമ്പയിൻ ഇൻസ്റ്റഗ്രാമിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. നടി നിഖില വിമലും രാമക്ഷേത്രത്തിനൊപ്പമല്ലെന്ന നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരുന്നു. നേരത്തെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം നാമം ജപിച്ചും വിളക്ക് കൊളുത്തിയും ആചരിക്കണമെന്ന ഗായിക KS ചിത്രയുടെ ആഹ്വാനത്തെ സൂരജ് സന്തോഷ് വിമർശിച്ചിരുന്നു. പള്ളി പൊളിച്ചാണ് ക്ഷേത്രം പണിതതെന്ന വസ്തുത മറക്കുന്നുവെന്നും എത്രയെത്ര ചിത്രമാർ തനിസ്വരൂപം കാട്ടാനിരിക്കുന്നു എന്നുമായിരുന്നു സൂരജിന്റെ പ്രസ്താവന. ഗായിക ഗൗരി ലക്ഷ്മിയും പാട്ടിലൂടെ രാമക്ഷേത്രത്തിനൊപ്പമല്ല താനെന്ന രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിരുന്നു. മതം ഒരാശ്വാസമാകാം, ആവേശമാകരുത് എന്നാണ് ഗായകൻ വിധു പ്രതാപ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ചത്. സിത്താരയും അള്ളാ തേരാ നാം എന്ന് തുടങ്ങുന്ന പാട്ടിലൂടെയും സ്റ്റോറികൾ പങ്കുവച്ചും സമാനമായ നിലപാട് അറിയിച്ചിരുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെയും. ഇപ്പോ മനുഷ്യരെ മാത്രം കാണാനില്ല എന്നായിരുന്നു സയനോര ഫിലിപ്പിന്റെ പോസ്റ്റ്. അംബേദ്കറിന്റെ വാക്കുകളായിരുന്നു ഷെയ്ൻ നിഗം പങ്കുവച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്നേക്കുമായി നഷ്ടപ്പെടും. ഇത് എപ്പോഴും ഓർക്കണം. അവസാന രക്തത്തുള്ളിയും നൽകി സ്വാതന്ത്ര്യത്തെ നാം കാത്തുസൂക്ഷിക്കണം എന്നീ വാചകങ്ങൾ വരുന്ന അംബേദ്കറിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ് നടൻ പങ്കുവച്ചത്. കരട് ഭരണഘടനയുടെ 3-ാം വായനയ്ക്ക് ശേഷം നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ പ്രസംഗത്തിലെ ഭാഗമാണിത്. അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലും തിരഞ്ഞെങ്കിലും ഒടുവിൽ എന്റെ ഹൃദയത്തിലാണ് ഞാൻ ദൈവികത കണ്ടെത്തിയത് എന്ന റൂമിയുടെ വാക്കുകളും ഷെയ്ൻ പോസ്റ്റ് ചെയ്തിരുന്നു.
ബാബരി മസ്ജിദിന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് സംവിധായകൻ അമൽ നീരദ് തന്റെ പ്രതികരണം അറിയിച്ചത്. മൂല്യബോധം എളുപ്പത്തിൽ പണയം വെക്കാൻ പറ്റും, പക്ഷേ അത് മാത്രമാണ് ശരിക്കും നമുക്ക് സ്വന്തമായുള്ളത്. നമ്മിൽ അവശേഷിക്കുന്നത് അത് മാത്രമായിരിക്കും. പക്ഷേ ആ ധാർമ്മിക ബോധ്യമുള്ളവർ സ്വതന്ത്രരായ മനുഷ്യരാണ് എന്ന അലൻ മൂറിന്റെ വി ഫോർ വെൻഡറ്റ എന്ന നോവലിലെ വരികളാണ് അമൽ നീരദ് ഇതിനൊപ്പം കുറിച്ചത്. ശരിക്കും പേടിപ്പിക്കുന്ന അവസ്ഥ തന്നെയാണ്. ആളുകൾ വേറെ എന്തോ ട്രിപ്പിലാണെന്നാണ് സംവിധായകനായ ഗിരീഷ് ഏടി ഫേസ്ബുക്ക് കമന്റിലൂടെ പ്രാണപ്രതിഷ്ഠാ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത്. സിനിമാ താരവും തമിഴ്നാട് മന്ത്രിയുമായ ഉദയനിധി സ്റ്റാലിൻ, കാന്താരയിലൂടെയും കണ്ണൂർ സ്ക്വാഡിലൂടെയും മലയാളികൾക്ക് സുപരിചിതനായ ജി കിഷോർ എന്നിവരുടെ വാക്കുകളും മലയാളികൾക്കിടയിൽ ചർച്ചയിലുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം നിർമ്മിച്ചതിനോട് യോജിപ്പില്ലെന്ന് നേരത്തെ തന്നെ ഉദയനിധി സ്റ്റാലിൻ വ്യക്തമാക്കിയതാണ്. ഇതിനെതിരെ കഴിഞ്ഞ ദിവസം BJP ട്വീറ്റ് ചെയ്തിരുന്നു. രാമക്ഷേത്രത്തെ വെറുക്കുകയും സനാതനധർമ്മത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഈ അധർമ്മിയെ തിരിച്ചറിയൂ എന്നായിരുന്നു ഹിന്ദിയിലുള്ള BJPയുടെ പോസ്റ്റ്. ഇതിന് ഹിന്ദി തെരിയാതെ പോടാ എന്ന് പ്രിന്റ് ചെയ്ത ടീഷർട്ട് ധരിച്ചുള്ള ചിത്രമാണ് ഉദയനിധി സ്റ്റാലിൻ മറുപടിയായി നൽകിയത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് അഭൂതപൂർവമായ പ്രാധാന്യവും പിന്തുണയും നൽകി റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയുള്ള സതീഷ് ആചാര്യയുടെ കാർട്ടൂൺ പങ്കുവെച്ചുകൊണ്ടാണ് ജി കിഷോർ രംഗത്ത് വന്നത്. മതവും രാഷ്ട്രീയവും കൂടിക്കലരുന്നതിലെ അപകടങ്ങളെക്കുറിച്ചും അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഇതിനിടയിൽ രാമക്ഷേത്രത്തിന് വലിയ പിന്തുണ നൽകിക്കൊണ്ടുള്ള നടിയും സംവിധായികയുമായ രേവതിയുടെ പോസ്റ്റ് ചെറിയ ഞെട്ടലോടെയാണ് പലരും കണ്ടിരിക്കുന്നത്. പുരോഗമനപരമായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കലാകാരി എന്ന നിലയിൽ കൂടി പേരെടുത്ത നടിയാണ് ഹിന്ദുക്കൾ തങ്ങളുടെ വിശ്വാസം ഉള്ളിലൊതുക്കിയാണ് ഇത്രയും നാൾ ജീവിച്ചിരുന്നത് എന്ന പ്രസ്താവന നടത്തിയത്. ജയ് ശ്രീറാം വിളിയോടെ തുടങ്ങുന്ന കുറിപ്പിൽ ഹിന്ദുവായി ജനിച്ചിട്ടും മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് മുറിവേൽക്കാതിരിക്കാനും മതേതര ഇന്ത്യക്ക് വേണ്ടിയും വിശ്വാസത്തെ തങ്ങളിൽ ഒതുക്കി പിടിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇത് ആദ്യമായിട്ടായിരിക്കാം തങ്ങൾ വിശ്വാസികളാണെന്ന് ഹിന്ദുക്കൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നത് എന്നും രേവതി പറയുന്നുണ്ട്. ഇപ്പറഞ്ഞത് വളരെ ശരിയാണെന്ന് നടി നിത്യ മേനോന്റെ കമന്റും വന്നിട്ടുണ്ട്. രേവതിയുടെ വാക്കുകൾക്കും നിത്യ മേനോൻ നൽകിയ പിന്തുണയ്ക്കുമെതിരെ വിമർശനങ്ങൾ ശക്തമാവുന്നുണ്ട്. സംവിധായകൻ ഡോൺ പാലത്തറയടക്കമുള്ളവർ പോസ്റ്റിന് താഴെ പരസ്യമായി തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞവരല്ലാതെ വിവിധ ഭാഷകളിലെ നിരവധി സിനിമാ താരങ്ങൾ രാമക്ഷേത്രത്തെ ആഘോഷിച്ചിട്ടുണ്ട്. സംഘപരിവാർ അജണ്ടകൾ തുറന്നു കാണിച്ചവരുമുണ്ട്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ തങ്ങളുടെ രാഷ്ട്രീയ സാമൂഹ്യ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് സിനിമാ മേഖലയിൽ നിന്ന് കൂടുതൽ പേർ രംഗത്ത് വരുന്നത് കാണാം.